പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യം വികസന പാതയിലാണെന്നും എല്ലാവർക്കും തുല്യ പരിഗണനയാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി. ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. എല്ലാവർക്കും തുല്യ പരിഗണനയാണ് നൽകുന്നതെന്നും യുവാക്കളുടെ വിദ്യാഭ്യാസം, തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഡിജിറ്റൽ തട്ടിപ്പ്, സൈബർ ക്രൈം, ഡീപ് ഫേക്ക് തുടങ്ങിയവ സാമൂഹിക സാമ്പത്തിക മേഖലകൾക്കും ദേശസുരക്ഷയ്ക്കും വെല്ലുവിളിയാണ്. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുല്ല റെയിൽ ലിങ്ക് പദ്ധതി പൂർത്തിയായതോടെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ റെയിൽ കണക്ടിവിറ്റിയായി. 1700 പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ നൽകി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയും കുതിപ്പിലാണെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. രാജ്യത്തെ മെട്രോ റെയിൽ പാത 1200 കിലോമീറ്റർ എന്ന നാഴികക്കല്ല് പിന്നിട്ടു. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ചു വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.